ആദ്യം മരം വെട്ട്. മരം വെട്ടാലോ എന്നാ? തുടങ്ങിക്കോ. മറ്റവനെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അത് വെട്ടിയിടണം. ഇല്ലല്ലാതെ നമുക്കിത് ചെയ്യണമെന്ന് പറയുമ്പോഴേ മരം കുഴപ്പമില്ലാത്തൊരു കേസ് കെട്ടാണ് അത്. ഇതെന്താ ചെയ്യാൻ പോണത്? ഇങ്ങനെ നോക്കട്ടെ കേട്ടോ. ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറയുമ്പോ കോടാലിയൊക്കെ എടുത്തിട്ടേ കേട്ടോ സീൻ വരൂ. എന്റെ മരത്തൊക്കെ സീൻ ഉണ്ടാക്കണത് ഞാനത് സീൻ കാണിക്കാനൊന്നും ഇത് വെട്ടാൻ കയറിയതല്ലേ. അത് ശരി. എന്റെ മരം വയ്ക്കുന്ന മരം നിന്നോട് ആര് പറഞ്ഞതാ വെട്ടാൻ? ഇവര് രണ്ടുപേരും പറഞ്ഞു. അവര് പറഞ്ഞാൽ നീ ഇത് വിട്ടോ, നിന്റെ കാലിയാൻ വെട്ടും. കേട്ടോ ഇത് ശരിയാണല്ലോ. ഇത് കടവാകം പുള്ളിയുടെ ഓർമ്മിലല്ലേ ഇരിക്കണത്. പുള്ളിയുടെ മരോ ആണോ? അപ്പൊ നിങ്ങള് രക്ഷപ്പെട്ട് വെട്ടുകാശ് പുള്ളി കാര്യമല്ല. നീ മരം വെട്ടിയാൽ നിന്റെ കാലിയാൻ വെട്ടും. പിന്നെ ആ കാശ് നീ ഇങ്ങോട്ട് തരണ്ട. ഒരു മിനിറ്റ് സമാധാനപ്പെട്. ഇവിടെ വന്നേ. എന്തേ താഴത്തുനിന്ന് പോണ കൂനൂറുമ്പ് തുടങ്ങി ആകാശത്ത് നിന്ന് പോകും. പക്ഷെ നമ്മൾ അനുവാദം ചോദിച്ചു. ഉടമസ്ഥനോട് അനുവാദം ചോദിച്ചില്ല. അതാണ് ഈ പ്രശ്നം വന്നത്. മോശമായി പോയി. പിന്നെ ഭയങ്കര മോശമായി പോയില്ലേ? എന്ത് ചെയ്യും? അപ്പൊ എന്റെ ഒരു ബുദ്ധി വെച്ചിട്ട് ഞാൻ ഒരു കളി കളിക്കാം. കളിച്ചോ. ചെറിയൊരു ബൾബ് കത്തിച്ച് നോക്കാം. ചേട്ടാ സംഭവേ ചേട്ടൻ ആ ചില്ലയിൽ ഇരുന്നിട്ടല്ലേ സംഭവം. അപ്പൊ ഈ ചില്ല കയറി ഇരുന്ന ഒരു എത്ര അടി വേണ്ടി വരും ചേട്ടൻ ഇരുന്ന് സെറ്റായിട്ട് കാണാൻ? ഏകദേശം ഒരു 2.5 അടി. 2 അടി. 2.5 അടി വരും. 2.5 അടി വരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം. കാല് നീട്ടിയിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു 3 അടി നിർത്തിയിട്ട് ബാക്കി അടി കട്ട് ചെയ്ത് കളയാം. 3 അടി നിർത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് അപ്പൊ കേറാല്ല. ഇതൊക്കെയാണല്ല എന്നിട്ട് അവിടെ പിടി കുണുകുണുകുണുകുണാന്ന് പറയണ സംഭവം. ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അവനൊരു ഞരമ്പ അറിയാല്ല. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു കാല് നീട്ടിയിരിക്കാൻ വേണ്ടി ഒരു 3 അടി തരാം, അവിടെ നിന്ന് ബാക്കി അങ്ങോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അവനിപ്പൊ അത് പറഞ്ഞാരണല്ലേ കേറിക്കോളാൻ പറഞ്ഞില്ലേ? അവനെന്റെ കാല് വിട്ടുവന്നല്ലേ പറഞ്ഞത്. അപ്പൊ കേറിക്കോളാൻ പറഞ്ഞു. ഞാനല്ലേ കേറണത്. കേറി കഴിയുമ്പോ ഈ കട വെച്ചിട്ട് ഒറ്റ വിട്ടങ്ങോട് വെട്ടു. അവൻ ചോദിക്കുമ്പോ അവനോട് ഒരു അവധം പറ്റി പോയി. അത്രയും പറഞ്ഞാൽ പോരെ.